പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. കെ സുധാകരന് ഈ പദപ്രയോഗങ്ങൾ ഭൂഷണമായിരിക്കാം. കാരണം പഠിച്ചതല്ലേ പാടു. പക്ഷേ ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് താങ്കളെന്ന കാര്യം മനഃപൂർവ്വം മറന്നുപോയോ? പക്ഷെ അതിനി വെറുതെ കണ്ണൂരിനെ പറയിപ്പിക്കരുത്. ഇടത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കേരളത്തിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ ഭാഷയുടെ മാന്യതയുണ്ട്. അതിന് ഒരു കോട്ടവും വരുത്തരുത്. ആ മാന്യതയൊന്നും സുധാകരനിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്നതില്ല. എങ്കിലും ഇത്തരം വാക്കുകൾ എത്ര ഫ്രസ്ട്രേറ്റഡ് ആയാലും ഒരാൾ ഉപയോഗിക്കരുത്, പ്രത്യേകിച്ച് ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ. താങ്കൾ ഉദ്ദേശിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് തന്നെയായിരുന്നെന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നിട്ട് അതിൻ്റെ പേരിൽ പിണങ്ങിപ്പോകുക കൂടി ചെയ്തപ്പോൾ എല്ലാം തികഞ്ഞു സമ്പൂർണ്ണം, സമ്പൂജ്യം. അങ്ങനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വീണ്ടും പരസ്യമായി അസഭ്യം പറഞ്ഞ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. അത് നല്ലൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതിന് വ്യക്തമായി പറയാനാകും. രാഷ്ട്രീയ എതിരാളിയല്ല പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി തൻ്റെ ഒപ്പം ഒരേ വാഹനത്തിൽ ഒരേ വേദികളിൽ ഒരുമിച്ച് പ്രസംഗിച്ച സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എവിടെയെന്ന് ചോദിച്ചിട്ടാണ് ഇത്തരമൊരു അസഭ്യവർഷം. പ്രായത്തിൻ്റെ കുഴപ്പമാണെങ്കിൽ പ്രായത്തിൻ്റെ ചില ഇളവുകൾ നൽകാം എന്ന് വിചാരിച്ചാലും അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖനായ ഒരു പാർട്ടിയുടെ പ്രമുഖനായ നേതാവാണ്, സംസ്ഥാന പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇളവും രാഷ്ട്രീയ കേരളം അങ്ങേക്ക് നൽകാനിടയില്ല. ഷാനിമോൾ ഉസ്മാൻ, ബാബു പ്രസാദ് തുടങ്ങിയ മുതിർന്ന ആലപ്പുഴയിലെ കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ തെറിവിളി. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. കൊലപാതകം കൂടി നടന്നതിന്റെ ഞെട്ടലിലാണ് നമ്മുടെ നാട്. DP ചന്ദ്രശേഖരന് വധക്കേസിൽ ഹൈക്കോടതിയിൽ നടത്തിയ വിധി കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഞെടുക്കുന്ന ഓർമ്മകൾ വീണ്ടും ഉണർത്തിയ പശ്ചാത്തലം ആരോപണങ്ങൾ ഈ സാഹചര്യത്തിലാണ് വിലയിരുത്തേണ്ടത്. ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, കുഞ്ഞനന്തന്റെ കൊലപാതക മരണത്തെ കുറിച്ച് അന്വേഷണം. സംഭവിച്ചത് ഇങ്ങനെയാണ്. രാവിലെ 10:15 സുധാകരൻ വാർത്താ സമ്മേളനത്തിന് എത്തിയെങ്കിലും 20 മിനിറ്റ് വൈകിയാണ് പാവം സതീശൻ എത്തിയത്. ഇതിനകം തന്നെ നിരവധി തവണ അക്ഷമനായ കെ സുധാകരൻ DCC പ്രസിഡന്റിനോട് സതീശൻ എവിടെയെന്ന് ചോദിച്ചു. എന്നിട്ടും കാണാത്തപ്പോഴാണ് പ്രസിഡന്റ് വായിൽ നിന്നും നിർഗളം തെറി വാക്കുകൾ വന്നത്. ആ സമയം അടുത്തുണ്ടായിരുന്ന ഷാനിമോൾ ഉസ്മാനും ബാബു പ്രസാദും മൈക്കോണാണ്, ചാനൽ ക്യാമറമാരുണ്ട്, അവർ കാണുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. പിന്നീട് സതീശൻ എത്തിയ ഉടനെ വൻ തെറിയാണ് സുധാകരൻ വിളിച്ചത്. ചെസ് ടൂർണമെന്റ് നടക്കുന്നിടത്ത് പോയതാണെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നതെന്നാണ് സുധാകരൻ ഒരു തെറി വാക്കോടെ ചോദിച്ചത്. ഇതാദ്യമായല്ല കെ സുധാകരൻ സതീശനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. സാമ്രാജ്ഞി യാത്ര നടത്താൻ ആലോചിച്ചപ്പോൾ തന്നെ നിയമസഭാ സമ്മേളനത്തിന്റെ പേരും പറഞ്ഞ് സതീശനും സുധാകരനും ഒന്ന് കൊമ്പ് കോർത്തതാണ്. പിന്നെ ആരാകണം സാമ്രാജ്ഞിയുടെ ക്യാപ്റ്റൻ എന്നതിലും തർക്കമായി. അവിടെ വി ഡി സതീശൻ തന്ത്രപൂർവ്വം ഒഴിഞ്ഞ് സുധാകരന് അവസരം കൊടുത്ത് പ്രശ്നം പരിഹരിച്ചു. എന്നിട്ടും ഈ യാത്ര ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം കോൺഗ്രസിലെ സതീശൻ ഗ്രൂപ്പ്, കോൺഗ്രസിലെ സുധാകരൻ ഗ്രൂപ്പ് എന്ന പോലെ അവിടെയും തുള്ളലും ആട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും ഇരുവരും തമ്മിൽ കോർത്തിരുന്നു. മൈക്കിന് വേണ്ടിയായിരുന്നു അന്ന് ഇരുവരും തർക്കിച്ചത്. പക്ഷേ പാർട്ടി പ്രസിഡന്റിന്റെ പ്രതിപക്ഷ നേതാവിനെതിരായ ഈ പദപ്രയോഗങ്ങൾ അല്പം കടുത്തുപോയി. നാം ഒന്നാണ്, നമ്മളൊന്നാണ്, നമ്മൾ സമരാഗ്നി തീർക്കുകയാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ അഗ്നിയിൽ ഒരു ബക്കറ്റ് വെള്ളം കോരി ഒഴിക്കുന്ന അവസ്ഥയായി ഇപ്പോൾ.